ഹായ് ഗായ്സ്, ഞങ്ങൾ വീണ്ടും വന്നിട്ടോ. ഇന്ന് വേറൊന്നുമല്ല, ദ്വീപിലെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നേക്കുന്നത്. ദ്വീപിലെ ഓരോ ചെറിയ കാഴ്ചകളും കണ്ടുമുട്ടുന്ന മനുഷ്യരെയും പോകുന്ന സ്ഥലങ്ങളെയും കുറിച്ച് ചെറിയൊരു വിവരണം, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? ഇവരുടെ ഈ പോക്ക് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. 2-3 ദിവസം മഴയായതുകൊണ്ട് വീട്ടിൽ ഇരുന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വെറുതെ പുറത്തിറങ്ങിയതാണ്. ശരിക്കും മഴയായതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങാൻ സമയം കിട്ടണേ. ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴി മൊത്തം അച്ചു കാര്യം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, കാറ്റിൻ്റെ എഫക്റ്റ് കാരണം പറയുന്നതൊന്നും അത്ര ക്ലിയർ ആവില്ല. അതാ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചത്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് തീരെ ശരിയല്ല കേട്ടോ. 6 ദിവസത്തേക്ക് കാറ്റും മഴയൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ആരും വീട്ടിൽ നിന്നൊന്നും അധികം അങ്ങനെ പുറത്തിറങ്ങരുതെന്ന് ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തോണ്ട്. ശരിക്കും ഇവിടുത്തെ നാട്ടുകാരും ഒരു രക്ഷയില്ല കേട്ടോ. അത്ര അടിപൊളിയാണ്. കാരണം ഇവരുടെ സ്നേഹം തന്നെ. ആ സ്നേഹത്തിനുള്ളിൽ പെടുന്ന ഒരാളുടെ വീടാണ് ഇതും. വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ ആരാന്നൊക്കെ. ഇതൊരു ബേക്കറിയാണ്. ഇവിടെ പൊതുവെ കടകളൊന്നും അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് കടകളൊക്കെ വളരെ ചുരുക്കമാണ്. പിന്നെ പോകുന്ന വഴിയൊക്കെ പല പല സ്ഥലങ്ങളും കാണാൻ ഒരുപാട് കാഴ്ചകളും ഒരുപാട് മനുഷ്യരും. ഇത് നോക്കി, ഒരു കൊക്കാണ് നിൽക്കണേ, കണ്ടോ? നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ കുറവായിരിക്കും. ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയണത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ്. മെയിൻലി ഇവിടെ വണ്ടികളെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് ബൈക്ക്, സ്കൂട്ടി, സൈക്കിളാണ് ഇവിടുത്തെ മെയിൻ. ഞങ്ങൾക്ക് 3 പേർക്ക് സൈക്കിളുണ്ട് കേട്ടോ. പിന്നെ വണ്ടികളെന്ന് പറയുമ്പം കാറ്, ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരുപാടില്ല, കുറച്ച് മാത്രമേ അങ്ങനെ അധികം കണ്ടിട്ടുള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ പള്ളി. ഇവിടെ ഒരുപാട് പള്ളികളുണ്ട്. മെയിൻലി ഇവിടെ മുസ്ലിംസാണ് കൂടുതലുള്ളത്. ആ കൂട്ടത്തിലൊരു പള്ളിയാണിത്. ഒരുപാട് പള്ളികളിൽ ഒരു പള്ളി, അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കടകൾ കുറവാണ്. ഇതാണ് കേട്ടോ ലേഡീസിനൊക്കെ ഉള്ള കട. അത്രയും കുറവാണ്. ഇവിടം അധികം അങ്ങനെ നമ്മുടെ നാട്ടിൽ പോലുള്ള സാധനങ്ങളൊന്നും എന്തായാലും ഇവിടെ കിട്ടില്ല. അതൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹോട്ടൽ. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല ഫുഡാണ്. പിന്നെ പറയണ്ടല്ലോ, മുസ്ലിംസിൻ്റെ ഫുഡ് അടിപൊളിയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഞങ്ങളൊരു കുട്ടിയെ കാണിച്ചു തരാം കേട്ടോ. അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടൊരു കുട്ടിയാണ്. ആൾ കുറച്ച് വികൃതിയാണ്, പക്ഷെ അടിപൊളിയാണ്. ആൾക്കൊരു ചേച്ചി കൂടെ ഉണ്ട്. ആളും അതുപോലൊക്കെ തന്നെ. ഇവരെപ്പോൾ കണ്ടാലും ഇവരുടെ കൂടെ ഇങ്ങ് പോരും കേട്ടോ. അതാണ് ഇവരുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി. കുറച്ച് കഴിഞ്ഞപ്പം 2 പേരും വഴക്കൊക്കെ തുടങ്ങി. അവർക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ്. പിന്നെ പോയി ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിലാക്കി. 2 പേരും അടിപൊളിയൊക്കെയാണ്. കുറച്ച് വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. ഇവരും ഇവിടെ ഉള്ളതല്ല കേട്ടോ, നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. നാട്ടിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരും തന്നെ. അടുത്ത ഞങ്ങളുടെ യാത്ര വേറെ എങ്ങോട്ടല്ല, ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. ചേച്ചിക്ക് നല്ല പനിയുണ്ടായിരുന്നു. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ. ഞങ്ങൾ ആയുർവേദമാണ് ചൂസ് ചെയ്തത്. ആയുർവേദത്തിലാണ് ചേച്ചിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നു. മരുന്നൊക്കെ കിട്ടി. എനിക്കും കാണിച്ചു, ചേട്ടനും കാണിച്ചു, എല്ലാവർക്കും കിട്ടി കേട്ടോ. എന്തോ മരുന്നിന് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ യാത്ര ഒന്ന് മീൻ പിടിക്കാൻ പോയാലോ എന്നായി. പിന്നെ ഞങ്ങളുടെ പ്ലാനിങ് അവസാനിച്ചത് ഏറ്റവും അറ്റത്തുള്ള ഒരു ജിന്നുപള്ളി എന്നറിയപ്പെടുന്ന പള്ളി. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. അതിനടുത്തായി മീൻ പിടിക്കാനുള്ള തീരുമാനം. ചേച്ചിക്ക് ഒട്ടും വയ്യെങ്കിലും ഞങ്ങളെ മടുപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാവണ്ടെന്ന് ഓർത്തിട്ട് ആളൊന്നും മിണ്ടിയില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടുത്തെ മെയിൻ തെങ്ങ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ പള്ളിയെക്കുറിച്ച് അറിഞ്ഞാലോ. അത്ര അറിവൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
ഇതാണ് ഇവിടുത്തെ ജിന്ന് പള്ളി. എന്തോ ഒറ്റ രാത്രി കൊണ്ട് പണി കഴിപ്പിച്ച പള്ളി എന്നൊക്കെയാണ് പറയുക. അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം. ശരിക്കും എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല. അറിയുന്ന അറിവ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. കഴിഞ്ഞ 4 വർഷം മുന്നേ അച്ചു ഇവിടെ വന്ന് നിന്ന പരിചയത്തിൻ്റെ പുറത്ത് ഒരുപാട് കൂട്ടുകാരും ഒരുപാട് നാട്ടുകാരെയും അവന് മുൻപരിചയം നല്ല പോലെ ഉണ്ടായിരുന്നു. അതിലൊരു കൂട്ടുകാരനാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഫയാസ്, ഞങ്ങളുടെ സ്വന്തം തലൈവ. അതെ, ആളൊരു പാവമാണ്. പക്ഷേ ഇപ്പം കാണുന്ന ആളെ പിന്നെ കാണുന്നത് 2 ദിവസം കഴിഞ്ഞായിരിക്കും. ആൾ മുങ്ങിയതാ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ പോക്കിൽ ഞങ്ങൾ കാണുന്നത് 2 ദിവസം കഴിഞ്ഞ്. ഇപ്പം വീണ്ടും അവൻ അതേ ഡയലോഗ് തന്നെ പറഞ്ഞേക്കുന്നത്, കുട്ടിയെ കണ്ട വിട്ടിട്ട് ഇപ്പം വരാമെന്ന്. പക്ഷേ ഇനി അവനെപ്പം വരുമെന്ന് അറിയില്ല. എന്തായാലും ആൾ ഞങ്ങളുടെ അടുത്ത് കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പയ്യെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം വരുമോ നമുക്ക് നോക്കാം. ശരിക്കും ഇവിടെയുള്ള ഓരോ മൊമെൻറ്റും വളരെ അടിപൊളിയാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രത്യേക ഭംഗിയാണ് ഓരോ സ്ഥലങ്ങൾക്കും. ചേട്ടൻ ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക, പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ചേട്ടൻ വലിയാനെന്ന് തോന്നുന്നു. ആളവിടെ കടലിൻ്റെ നടുക്ക് പോയി നിൽക്കുക. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാറ്റുള്ളതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ഒന്നാണ്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. കാല് നനയ്ക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അറിയാതെ നമ്മൾ കാല് നനച്ചു പോകും കേട്ടോ. ശരിക്കും എന്താ പറയുക, കണ്ണാടി ചില്ല് പോലാണ്. വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെയുള്ളൊരു ചെറിയ തണുപ്പും നല്ല സുഖവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നും. പിന്നെ ഇവിടുത്തെ പാറ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കല്ലെന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി ചിലപ്പോൾ ചില കല്ലൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രിസ്റ്റലായിട്ട് തോന്നും. എന്നുവെച്ചാൽ ഈ വെള്ളമൊക്കെ തിരയടിച്ച് വീഴുന്നതായതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഷാർപ്പായിട്ടൊക്കെ ഇരിക്കും. ചിലതിലൊക്കെ കണ്ട് കാലൊക്കെ മുറിയാം. അങ്ങനെ പല പല കാര്യങ്ങളും ഇവിടെയുള്ള ഓരോ കല്ലിലും ഉണ്ട് കേട്ടോ. അത് നമുക്ക് നേരിട്ട് കണ്ടാലേ അതിൻ്റെ കൂടുതൽ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് വെറൈറ്റി പവിഴപ്പുറ്റുകളും ഒരുപാട് കല്ലുകളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഭംഗിയുള്ള പല സാധനങ്ങളും കടലിൻ്റെ തീരത്ത് നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒന്നും കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോകാൻ ഇറങ്ങിയ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ നിറച്ച് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആ തണുപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് പയ്യെ നടന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് തേങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നു. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജിന്ന് പള്ളി. ഇതാണ് വഴി കേട്ടോ അങ്ങോട്ട് പോകാനുള്ള. നിറയെ തെങ്ങിൻ്റെ നടുക്കൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇത് പിന്നെ പറയണ്ടല്ലോ, അച്ചു തന്നെ. ഒരുപാട് നേരത്തെ ചർച്ചയ്ക്കൊടുങ്ങി ഞങ്ങൾ വീണ്ടും തീരുമാനിച്ചു അടുത്ത സ്ഥലത്ത് പോവാം. ചേച്ചിക്ക് തീരെ വയ്യെങ്കിലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. എന്തിനാ? മീൻ പിടിക്കാൻ തന്നെ. നിരാശയല്ലായിരുന്നോ പല? അതിന് വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ്, ഹട്ട്. അതെ, ഞങ്ങൾ ചായ കുടിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് മെയിനായിട്ട് വരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം ഓപ്പൺ ആയി തുടങ്ങും കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണുന്ന പോലെ ആയിരിക്കില്ല, നല്ല അടിപൊളിയായിരിക്കും. അച്ചു ഇവിടെ ഓരോ സാധനം കണ്ടുപിടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇതാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഈ ശംഖിനകത്തൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയണത്. നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്തിരിക്കണം. അപ്പോൾ അടുത്ത ആളും ഇറങ്ങി. ഇന്ന് മീൻ പിടിച്ചിട്ടേ പോകുമെന്നും പറഞ്ഞാണ് 2 പേരും ഈ നടക്കണത് കേട്ടോ. എന്താവോ എന്തോ, നമുക്ക് കണ്ടറിയാം. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കങ്ങനെ ക്ലിയറായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ചിലപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കണം. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വരാറ്. ഒട്ടുമിക്ക ദിവസങ്ങൾ വരാറുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന ചായയ്ക്കും ഓരോ സ്നാക്സിനും പ്രത്യേക വികാരമാണ് കേട്ടോ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനാണത്. പിന്നെ ആ കാണുന്ന ഒരു
ദ്വീപ് കണ്ടോ? അവിടെ അകല്ലേ. ഞങ്ങളവിടെ പോയിട്ടുണ്ട് കേട്ടോ. ആൾതാമസമൊന്നുമില്ല, പക്ഷെ കുറേ തെങ്ങുകളും അങ്ങനെ അധികം ആരും ശല്യം ചെയ്യാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇത് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയണ്ടല്ലോ, പൈൻ മരം. ഇതിനടിയിലുള്ള ആ ഒരു ഇരിപ്പിടമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് അതിനകത്തിരിക്കാൻ. നല്ല തണുപ്പും ചെറിയ കാറ്റും ചെറിയ തണലും ഒക്കെ ആയിട്ട് ശരിക്കും അടിപൊളിയാണ്. ഇവനെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരുപാട് നേരമായില്ലേ സംസാരിക്കുന്നു. എന്തായാലും കണ്ടു നിന്നതിന് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിക്കോ. ഇനിയും ലക്ഷദ്വീപിൻ്റെ പല പല വിശേഷങ്ങളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എനിവേ, ബൈ ബൈ.